ഇപ്പോൾ ഇന്ത്യയുടെ ആകാശ രംഗത്ത് നടക്കുന്നത് ഒരു സാധാരണ നീക്കമല്ല. ഇത് ഭാവിയിൽ ശക്തി സമവാക്യം തന്നെ മാറ്റാൻ പോകുന്ന ഒരു വലിയ ഗെയിം ചേഞ്ചറായി മാറിയേക്കാം. ഒരു ഭാഗത്ത് ഇന്ത്യ സ്വന്തം 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനം നിർമ്മിക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് റഷ്യ ഒരു അതിശക്തമായ ഓഫർ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ആ ഓഫർ ഇന്ത്യ സ്വീകരിച്ചാൽ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ശക്തി നേരിട്ട് അടുത്ത ലെവലിലേക്ക് പോകും. എന്താണ് ആ ഓഫർ? എന്തുകൊണ്ട് ഇപ്പോൾ ഇത് ഇത്ര വലിയ ശ്രദ്ധ നേടുന്നു? ഇതിന് ഇന്ത്യ യെസ് പറഞ്ഞാൽ എന്ത് സംഭവിക്കും, അതുപോലെ തന്നെ നോ പറഞ്ഞാൽ എന്ത് നഷ്ടമാകും? ആഴത്തിൽ തന്നെ പരിശോധിക്കാം. ലെറ്റ്സ് ചെക്ക് ഇൻ ഡീറ്റെയിൽ. വെൽക്കം ടു ദി പോയിന്റ്. ഇന്ത്യയുടെ ഭാവി ആകാശ തന്ത്രത്തെ തന്നെ ബാധിക്കുന്ന വലിയൊരു തീരുമാനത്തിന്റെ തുടക്കമാണിത്. റഷ്യ ഇന്ത്യക്ക് ഏകദേശം 2 സ്ക്വാഡ്രൺ Su-57 ഫൈറ്റർ ജെറ്റുകൾ നൽകാനുള്ള ഔദ്യോഗിക പ്രപ്പോസൽ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ഇതൊരു സാധാരണ ജെറ്റ് അല്ല. ലോകത്തിലെ ഏറ്റവും മുന്നേറ്റമായ 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളിൽ ഒന്നാണ് Su-57. അതിന്റെ സ്റ്റെൽത്ത് ശേഷിയും സൂപ്പർ മാനുവറബിലിറ്റിയും അതിവേഗ പ്രതികരണ ശേഷിയും ചേർന്നാൽ ഇതൊരു എയർ ഡോമിനേഷൻ മെഷീൻ എന്ന് തന്നെ എടുത്തു പറയണം. റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യക്ക് 36 മുതൽ 40 വരെ വിമാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയാണുള്ളത്. ഡെലിവറി 2027-നും 28-നും ഇടയിൽ സംഭവിക്കാം. പിന്നെ 2030-31 മുഴുവൻ ഫ്ലീറ്റും ഇന്ത്യൻ എയർഫോഴ്സിൽ ഉൾപ്പെടുത്താനും സാധ്യത കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഉയരുന്നത് ഇന്ത്യക്ക് ഇപ്പോൾ തന്നെ ഇത്രയും അടിയന്തരമായി 5ാം തലമുറ ജെറ്റുകൾ ആവശ്യമാണോ എന്നതാണ്. ഉത്തരം വളരെ ക്ലിയർ ആണ്, അതെ. കാരണം ഇന്ത്യ ഇപ്പോൾ സ്വന്തം അഡ്വാൻസ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് എന്ന സ്റ്റെൽത്ത് ഫൈറ്റർ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് ഓപ്പറേഷണൽ ആകാൻ ഇനിയും വർഷങ്ങളെടുക്കും. അതിനാൽ ഈ ഇടവേളയിൽ ഇന്ത്യയുടെ ആകാശശക്തിയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാകാതിരിക്കാൻ Su-57 ഒരു ബ്രിഡ്ജ് സൊല്യൂഷനായി കണക്കാക്കപ്പെടുന്നു. ഇത് ഇന്ത്യക്ക് ഇമ്മീഡിയറ്റ് കോമ്പാറ്റ് എഡ്ജ് നൽകും. അതായത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തന്നെ ശക്തി വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു ഇടക്കാല പരിഹാരമാണ് റഷ്യയുടെ Su-57. ഇപ്പോൾ Su-57 വിമാനങ്ങൾ AL-41F1 എന്ന എഞ്ചിനുകളാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഭാവിയിൽ കൂടുതൽ അഡ്വാൻസ്ഡ് എഞ്ചിൻസ് ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള പദ്ധതിയും റഷ്യ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതോടെ പെർഫോമൻസും സ്റ്റെൽത്ത് കേപ്പബിലിറ്റിയും കൂടുതൽ മെച്ചപ്പെടും. പക്ഷേ ഈ ഡീലിന്റെ ഏറ്റവും വലിയ ട്വിസ്റ്റ് ഇവിടെയാണ്. റഷ്യ ഇന്ത്യക്ക് വെറും വിമാനങ്ങൾ മാത്രം വിൽക്കാൻ തയ്യാറല്ല. ഇന്ത്യയെ ഈ പ്രോജക്റ്റിന്റെ ഒരു ഭാഗമാക്കാനാണ് റഷ്യ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഏകദേശം 50% വരെ പ്രൊഡക്ഷൻ സപ്പോർട്ട് നൽകാനും സാധ്യത കാണുന്നുണ്ട്. അതായത് ഈ പ്രോജക്റ്റിന്റെ വലിയൊരു ഭാഗം ഇന്ത്യക്കുള്ളിൽ തന്നെ നിർമ്മിക്കാനാണ് പദ്ധതികൾ ഇടുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ നയത്തിനും ഡിഫൻസ് സെൽഫ് റിലയൻസ് ലക്ഷ്യത്തിനും വലിയൊരു ബൂസ്റ്റ് തന്നെയായിരിക്കും. ടെക്നോളജി ട്രാൻസ്ഫർ ലഭിച്ചാൽ ഇന്ത്യയുടെ ഫ്യൂച്ചർ ഫൈറ്റർ പ്രോജക്ട്സിന് ഇത് വലിയൊരു അഡ്വാൻറ്റേജ് ആയി തന്നെ മാറും. എന്നാൽ ഇത്രയും പോസിറ്റീവായ കാര്യങ്ങൾ ഉള്ളപ്പോഴും ഇന്ത്യ വളരെ ശ്രദ്ധയോടെ തന്നെയാണ് ഈ ഓഫർ വിലയിരുത്തുന്നത്. കാരണം ഇത്തരം ഒരു ഡീൽ എടുക്കുമ്പോൾ ചില വലിയ ചോദ്യങ്ങൾ മുന്നിലേക്ക് വരുന്നുണ്ട്. ആദ്യമായി ഇതിന്റെ കോസ്റ്റ്, ഈ പ്രോജക്റ്റിന് എത്ര ചെലവ് വരും എന്നൊക്കെയുള്ള കാര്യങ്ങൾ മുന്നിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത് വരുന്നത് ടെക്നോളജി ട്രാൻസ്ഫർ എത്ര ആഴത്തിലാകും ലഭിക്കുക. മൂന്നാമത് വരുന്ന ചോദ്യം ഇന്ത്യയുടെ ലോങ് ടേം സ്ട്രാറ്റജി ഓട്ടോണോമിക്ക് ഇത് എങ്ങനെയായിരിക്കും ബാധകമാകുക. ഒരു രാജ്യത്തിൽ മാത്രം അധികമായി ആശ്രയിക്കുന്നത് ഇന്ത്യക്ക് അപകടകരമായേക്കാം എന്നതും ചില വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിനാൽ ബാലൻസ് നിലനിർത്തുന്നത് വളരെ വലിയ രീതിയിൽ നിർണായകമായ ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഈ ചർച്ചകൾ പ്രാരംഭഘട്ടത്തിലാണ്. ഇതുവരെ ഇന്ത്യ ഔദ്യോഗികമായി യാതൊരു തീരുമാനവും എടുത്തിട്ടില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇന്ത്യ ഈ ഓഫർ അംഗീകരിച്ചാൽ ഇന്ത്യൻ എയർഫോഴ്സിന്റെ കേപ്പബിലിറ്റി അല്ലെങ്കിൽ അതിന്റെ കഴിവ് ഒരു വലിയ ചുവടുവയ്പിലൂടെ മുന്നോട്ട് തന്നെ അല്ലെങ്കിൽ ഉയരത്തിലേക്ക് തന്നെ കുതിക്കുമെന്നത് നിസ്സംശയം പറയാൻ സാധിക്കും. അതേസമയം ഇത് നിരസിക്കുകയാണെങ്കിൽ ഇന്ത്യ മുഴുവൻ ശ്രദ്ധ AMCA പ്രോജക്റ്റിലേക്കാകും തിരിക്കുക. അതായത് ഷോർട്ട് ടേം പവർ വേഴ്സസ് ലോങ് ടേം ഇൻഡിപെൻഡൻസ് എന്ന വലിയൊരു തിരഞ്ഞെടുപ്പിനാണ് ഇവിടെ മുന്നിൽ സാധ്യത കാണുന്നത്. അതിനാൽ വരാനിരിക്കുന്ന മാസങ്ങൾ വളരെ നിർണായകമാണ്. ടെക്നിക്കൽ, ഫിനാൻഷ്യൽ, സ്ട്രാറ്റജിക് എല്ലാത്തരം വിലയിരുത്തലുകളും കഴിഞ്ഞ് മാത്രമേ ഇന്ത്യ അന്തിമമായി തീരുമാനമെടുക്കൂ. അവസാന ചോദ്യം ഒന്ന് മാത്രം. റഷ്യയുടെ Su-57 ഫെലോൺ ഇന്ത്യയുടെ ഭാവി ആകാശ തരംഗത്തിന്റെ ഭാഗമാകുമോ, അല്ലെങ്കിൽ ഇന്ത്യ സ്വന്തം AMCAയിലൂടെ ഒരു പുതിയ ചരിത്രം എഴുതുമോ? ഇതിന്റെ ഉത്തരമാണ് ഇന്ത്യയുടെ അടുത്ത ദശാബ്ദത്തിലെ ആകാശ ശക്തിയെ നിർണ്ണയിക്കുന്നത്.